നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നലെ നമ്മൾ ധൈര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പേടിയെക്കുറിച്ചാണ്. അടുത്തത് എന്ത് സംഭവിക്കും എന്ന പേടി. നാളെ എനിക്ക് ജോലി കിട്ടുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിയ ഒരു കാര്യം വിജയിക്കുമോ, ഈ വക കാര്യങ്ങൾ നമ്മളെ പലപ്പോഴും അലട്ടാറുണ്ട്. എന്നാൽ അടുത്തത് എന്താണെന്ന് അറിയാതിരിക്കുന്നതാണ് നിങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്നും എല്ലാം പ്ലാൻ ചെയ്യേണ്ടതില്ല. നമ്മളെപ്പോഴും എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കല്യാണം കഴിഞ്ഞ് എവിടെ താമസിക്കണം, ഇങ്ങനെ എല്ലാം നേരത്തെ എഴുതി വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലെങ്കിലും കുറിച്ച് വയ്ക്കും. പക്ഷേ ജീവിതം നമ്മൾ വിചാരിച്ച പോലെ നടക്കാതെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എന്ത് രസമാണുള്ളത്? ഒരു സിനിമ കാണുമ്പോൾ ക്ലൈമാക്സ് നേരത്തെ അറിയാൻ നമുക്ക് ആ സിനിമ കാണാൻ രസം തോന്നും, ഇല്ലല്ലോ? അതുപോലെ തന്നെയാണ് ജീവിതവും. അടുത്തത് എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ മാത്രമാണ് ജീവിതം കൂടുതൽ രസകരമാകുന്നത്. അടുത്ത നിമിഷം എന്ത് എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തും സംഭവിക്കുക എന്നാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ടാകാം. നമ്മളൊരു വഴിയിലൂടെ മാത്രം പോകുമ്പോൾ ചുറ്റുമുള്ള മറ്റു മനോഹരമായ വഴികൾ കാണാറില്ല. എനിക്കറിയില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമ്പോൾ പ്രപഞ്ചം, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളെ ദൈവം നിങ്ങൾക്ക് മുന്നിൽ പുതിയ വാതിലുകൾ തുറന്നു തരും. ആ അറിവില്ലായ്മയെ ഭയപ്പെടാതെ സ്നേഹിക്കുക. കാരണം അവിടെയാണ് നിങ്ങളുടെ പുതിയ ജീവിതം ഒളിഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാത്രം നോക്കുക. നാളെയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ സന്തോഷം നഷ്ടപ്പെടുന്നു. ഒരു യന്ത്രത്തെ പോലെ ജീവിക്കാതെ ഈ നിമിഷത്തെ ആസ്വദിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. ഇപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിത്രം വരയ്ക്കേ, അല്ലാന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യേ, എന്ത് പണിയായിക്കോട്ടെ, അവസാനം അതെങ്ങനെ വരുമെന്ന് അറിയില്ലെങ്കിലും നമ്മൾ അത് ചെയ്തു തുടങ്ങാറില്ലേ? ആ ഒരു സന്തോഷം ജീവിതത്തിലും വേണം. ഭാവിയെ സുരക്ഷിതമാക്കാൻ മാത്രം ഓടാതെ ഈ യാത്രയെ സ്നേഹിക്കാൻ തുടങ്ങാം. അതുകൊണ്ട് കൂട്ടുകാരെ, അടുത്തത് എന്താണെന്ന് അറിയില്ല എന്ന് കരുതി പേടിക്കേണ്ട. അതൊരു വലിയ ശക്തിയാണ്. പുതിയ കാര്യങ്ങൾക്കായി കാത്തിരിക്കുക. നന്ദി.